മാണിക്കല്ലാളെ നമ്മൾ റെഡ് സീ മാളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം കേട്ടോ. 3-ാം നമ്പർ ഗേറ്റ് കൂടെയാണ് പോണത്. അങ്ങനെ നോക്കുമ്പോൾ സംഭവം അടിപൊളി ലുക്ക് കേട്ടോ. സംഭവം ലൈറ്റ് കൊണ്ടൊരു സെറ്റപ്പാണ് കിടക്കുന്നത്. സെറ്റപ്പിൽ നമുക്ക് നോക്കാൻ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു കേട്ടോ. പ്രവേശിച്ചു. ഇവിടെ പട്ടിക്കൂടിലൊരാളുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോൾ അനക്കുമല്ലേ, ഒന്ന് അനങ്ങൂ. അനക്കൂല. തൽക്കാലം നമുക്ക് അനക്കം വേണ്ട. അവിടുന്ന് നമ്മൾ അടുത്ത സൈഡ് ഒന്ന് അനങ്ങി. നമ്മളൊക്കെ നോക്കണുണ്ട് കേട്ടോ. സംഭവം മാണിക്കല്ലാളെ അടിപൊളി ലുക്കാണ്. ഇതിൻ്റെ ഒരു സൈഡ് എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ കാണാണ്ട്. ഇപ്പോൾ മാണിക്കല്ലാളെ നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ കയറും. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കയറാം. കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഭാഗത്തേക്ക് അങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്. ഷോപ്പിംഗ് സെൻറ്റർ കുറേ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ക്യാമറ അലൗഡല്ല. സാറൊക്കെ ഉണ്ടല്ലേ, അതുപോലെ ലിഫ്റ്റാണ്. ലിഫ്റ്റ് താഴത്തായിരിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് സംഭവം. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ വാഴ കുഴിച്ചിട്ട് നോക്കാം. ആളുകളിങ്ങനെ ഇരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗമാണ്. അപ്പം അങ്ങനെ വന്നിട്ട് ഇവിടെ എസ്കലേറ്ററുകളുണ്ട്. മേലക്കും താഴേക്കും ഇറങ്ങുന്നത് മേലക്കും താഴേക്കും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഈ ഭാഗം നമുക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് അല്ല, അത് കോപ്പി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കാണിക്കുമ്പോൾ അപ്പളാകും പോയി നോക്കാം. എൻ്റെ ഇതിനുള്ളൊരു പനക്കനുണ്ടില്ല. സംഭവം പ്ലാസ്റ്റിക് ഒറിജിനലൊന്നല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പനയാണ്. അടുത്ത സ്ഥലം നോക്കാം. മറ്റൊരു സ്ഥലം എസ്കലേറ്റർ അല്ല, അത് വാക്കലേറ്റർ എന്നാണ് പറയുന്നത് തോന്നുന്നല്ലേ. അങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ അറിവനുസരിച്ച്. അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു സ്ഥലമാണ്. മാളുകൾ കൂടെ അല്ല, ഷോപ്പുകൾ കുറേ ഉണ്ട്. മാളും താഴത്തുമായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു എൻട്രൻസാണ്. എൻട്രൻസ് ഉള്ളിൽ മുകൾ ഭാഗത്തേക്കും താഴെ ഭാഗത്തേക്കും കയറി പോകാനുള്ള സ്ഥലങ്ങളാണ്. പുറത്തേക്കുള്ള വഴികൾ അല്ല. പുറത്തേക്കുള്ള വഴികൾ ഇതിനുള്ളിൽ കാണുന്നത് 10 ലൈറ്റ് ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. ഒന്നും കൂടെ വ്യൂ കിട്ടും അപ്പുറത്തുനിന്നാകുമ്പോൾ. ഇങ്ങനെ കയറി വരുന്നത് അതിൽ നിന്ന് കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ മേളിലേക്ക് കയറാനുള്ളതും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കണ്ടില്ല. അടുത്ത ഭാഗം ഈ ഭാഗം കണ്ടില്ലേ. ഈ ഭാഗം അടിഭാഗം ഗ്ലാസ്സാണ്. ഇൻഡോർ സെറ്റിങ്സ് ഒക്കെ നടക്കുന്നുണ്ട്. വലിയൊരു ഇതൊക്കെ ആയിട്ട് ചെക്കാൻ നടന്നു പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഓക്കെ, അതിങ്ങനെ പോയിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് അങ്ങനെ ചെറിയൊരു ഡിസ്പ്ലേ ഇങ്ങനെ കണ്ടില്ല. ഈ ഡിസ്പ്ലേൻ്റെ ഇവിടുത്തെ വലിയൊരു ഡിസ്പ്ലേ ഇതിൻ്റെ സ്ക്രീനിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബാക്കിലേക്കാണ്. എന്നാലേ ഫുള്ള ഇതിൻ്റെ സ്ക്രീനിൽ കിട്ടുള്ളൂ. പടിഭാഗം ഗ്ലാസ്സാണ്. അതെന്തെങ്കിലും ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ആയിരിക്കുമെന്നാണ് തോന്നുന്നു. ഇങ്ങനെ കാണാനുള്ള ഭാഗം കണ്ടില്ലേ, അടിപൊളിയാണ്. നല്ല ഏരിയയാണ്. ഇതിൻ്റെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ല രസമുള്ള വ്യൂ ആണ്. നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ സ്ഥലം. ഉള്ളിലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടം, ഒരു പന ഒക്കെ
ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. പറഞ്ഞാൽ വലിയൊരു സ്ക്രീൻ ഉണ്ടല്ലേ, സ്ക്രീൻ ഇങ്ങനെ വരികയാണെങ്കിൽ എസ്കലേറ്ററും വാക്കിലേറ്ററും ഇഷ്ടംപോലെ മേലക്കും താഴേക്കും ഇറങ്ങാനും കയറാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാനിപ്പോൾ ഇത് ഇന്ന് കാണിക്കാൻ നിന്നാൽ എനിക്കാകെ കുറഞ്ഞ സമയം അവതരിപ്പിച്ചു. എന്താ വെച്ചാൽ ഇത് മിനിമം മണിക്കൂറുകൾ കാണാനുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 4-5 ഭാഗം നമ്മൾ കാണാൻ കഴിയുള്ളൂ. പിന്നെ ഓവർ വീഡിയോ ലോങ് വീഡിയോ ആയാലും കാണാനൊരു വൃത്തിയുണ്ടാവില്ല.